Question paper revision, chapter 12, Thermodynamics, part 3. 2017 March, 4 marks question. Two systems in thermal equilibrium with a third system are in thermal equilibrium with each other. രണ്ട് സിസ്റ്റംസ് ഒരു തേർഡ് സിസ്റ്റമായിട്ട് തെർമൽ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ ആ രണ്ട് സിസ്റ്റംസ് തമ്മിലും തെർമൽ ഇക്വിലിബ്രിയത്തിലായിരിക്കും. ഐഡന്റിഫൈ ദ ലോ ഗിവൺ ബൈ ദ അബോവ് സ്റ്റേറ്റ്മെന്റ്. ആ അബോവ് സ്റ്റേറ്റ്മെന്റ് ഏത് ലോ ആണെന്ന് നമുക്കറിയാം. 0th ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആണ് ആൻസർ. അടുത്തത് മാച്ച് ദ ഫോളോയിങ് ഇൻ 3 കോളംസ്. അപ്പോൾ അതിലെ കോളംസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഐസോബാറിക് പ്രോസസ് ആണ്. ഐസോബാറിക് പ്രോസസ് എന്ന് പറഞ്ഞാൽ പ്രഷർ കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ അവിടെ അതിന്റെ വർക്ക് ഡണ്ണിലെ ഇക്വേഷൻ P × V2 - V1 ആണ്. അടുത്ത ഏതാണ് ഐസോതെർമൽ പ്രോസസ്. ഐസോതെർമൽ പ്രോസസ് ആകുമ്പോൾ നമുക്കറിയാം ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. അവിടെ നമുക്ക് വരുന്നത് μRT log V2/V1 ആണ്. ഇനി അഡിയാബാറ്റിക് പ്രോസസ്സിൽ ഏതാ വരുന്നത് നോ ഹീറ്റ് എക്സ്ചേഞ്ച് ബിറ്റ്വീൻ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്. അതിന്റെ വർക്ക് ഡണ്ണിന്റെ ഫോം നമുക്കറിയാം R / gamma - 1 × T1 - T2. 2016 ഇംപ്രൂവ്മെന്റ് 4 മാർക്സിന്റെ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഐസോതെർമൽ ആൻഡ് അഡിയാബാറ്റിക് പ്രോസസ്? ഐസോതെർമൽ പ്രോസസ് എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. അഡിയാബാറ്റിക് പ്രോസസ് എന്ന് പറഞ്ഞാൽ നോ ഹീറ്റ് എക്സ്ചേഞ്ച് ബിറ്റ്വീൻ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്. അടുത്തത് റൈറ്റ് ദ എക്സ്പ്രഷൻ ഫോർ എഫിഷ്യൻസി ഓഫ് കാർനോട്ട് എഞ്ചിൻ. കാർനോട്ട് എഞ്ചിന്റെ എഫിഷ്യൻസിക്കുള്ള ഫോർമുല എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു W/Q1 അല്ലെങ്കിൽ Q1 - Q2/Q1 അല്ലെങ്കിൽ 1 - Q2/Q1 അല്ലെങ്കിൽ 1 - T2/T1. എക്സ്പ്ലെയിൻ കാർനോട്ട് സൈക്കിൾ. ഫിഗർ ഇതാണ്, PV ഡയഗ്രാം. ഇനി അതിലെ 4 പ്രോസസ്സുകളാണ്. ഏതൊക്കെയാണ്? A to B ഐസോതെർമൽ എക്സ്പാൻഷൻ, B to C അഡിയാബാറ്റിക് എക്സ്പാൻഷൻ, C to D ഐസോതെർമൽ കംപ്രഷൻ, D to A അഡിയാബാറ്റിക് കംപ്രഷൻ. Heat engine is a device used to convert dash energy to dash energy. Heat engine ഏത് എനർജി കൺവേർഷൻ ആണ് നടക്കുന്നത്? Heat energy to mechanical energy. Name the 4 processes taking place in Carnot cycle. Draw indicator diagram of Carnot cycle. ഇപ്പോൾ ഇൻഡിക്കേറ്റർ ഡയഗ്രാം വരയ്ക്കണം. അതായത് ആ PV ഡയഗ്രാം വരയ്ക്കണം. 4 പ്രോസസ്സുകളുടെ പേര് എഴുതാം. നിരവധി തവണ ചോദിച്ചിട്ടുള്ളതാണ്. ഇതാണ് ഫിഗർ കാർനോട്ട് സൈക്കിളിന്റെ വരുന്നത്. അതുപോലെ തന്നെ 4 പ്രോസസ്സുകൾ നമുക്കറിയാം. ഏതൊക്കെയാണ്? 4 പ്രോസസ് ഇൻ കാർനോട്ട് എഞ്ചിൻ. A to B ഐസോതെർമൽ എക്സ്പാൻഷൻ, B to C അഡിയാബാറ്റിക് എക്സ്പാൻഷൻ, C to D ഐസോതെർമൽ കംപ്രഷൻ, D to A അഡിയാബാറ്റിക് കംപ്രഷൻ. അടുത്തത് PV diagram of a gas is shown in figure. In this figure, AB represents isobaric process and AD represents isothermal process. Explain isobaric process and isothermal process. എന്താണ് ഐസോബാറിക്, അതുപോലെ തന്നെ എന്താണ് ഐസോതെർമൽ പ്രോസസ്സ്? ഐസോബാറിക് പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്ത് കോൺസ്റ്റന്റ് ആണ്? പ്രഷർ കോൺസ്റ്റന്റ് ആണ്. അതുപോലെ തന്നെ ഐസോതെർമൽ പ്രോസസ് എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ് കോൺസ്റ്റന്റ്? ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. PV diagram of a gas is shown in figure. AB represents isobaric process. ഇവിടെ ഫിഗറിൽ എന്ത് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഗ്രാഫിലെ AB എന്ന് പറയുന്നത് ഐസോബാറിക് പ്രോസസ്സിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. AD represents isothermal process. AD എന്ന് പറയുന്ന ഈ കർവ് ഐസോതെർമൽ പ്രോസസ്സിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി യൂസിങ് ദ ഗ്രാഫ് ഫൈൻഡ് ദ പ്രോസസ് ഇൻ വിച്ച് വർക്ക് ഡൺ ഈസ് മാക്സിമം. അപ്പോൾ ഏത് പ്രോസസ്സിലാണ് വർക്ക് ഡൺ, ഗ്രാഫ് ഉപയോഗിച്ചിട്ട് ഏത് പ്രോസസ്സിലാണ് വർക്ക് ഡൺ എന്ന് കണ്ടെത്തുക, അതിന് കാരണവും പറയാം. അപ്പൊ നമ്മൾ ഫോർ ഐസോബാറിക് പ്രോസസ് ഏതാണ് വരുന്നത്? AB ആണ്. വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഏരിയ അണ്ടർ AB. അപ്പൊ ഈ ഏരിയ അണ്ടർ AB എന്ന് പറയുമ്പോൾ ഈ ഒരു റെക്ടാങ്കിളിന്റെ ഏരിയ ആണ് വരുന്നത്. ഇതാണ് വർക്ക് ഡൺ ഏത് പ്രോസസ്സിലുള്ളത്? ഐസോബാറിക് പ്രോസസ്സിലുള്ളത്. ഇനി അടുത്തത് ഐസോതെർമൽ പ്രോസസ് ആണ്. വർക്ക് ഡൺ W2 ഈസ് ഈക്വൽ ടു ഏരിയ അണ്ടർ കർവ് AD. അപ്പോൾ രണ്ടാമത്തെ പ്രോസസ് ഐസോതെർമൽ പ്രോസസ്സിൽ ഈ ADയുടെ അണ്ടറിലുള്ള ഈ ഏരിയയാണ് വരുന്നത്. അപ്പൊ ഇവിടെ നമുക്കറിയാം എന്താണ് ABയുടെ അണ്ടറിലുള്ള, അതായത് ഐസോബാറിക് പ്രോസസ്സിലുള്ള വർക്ക് ഡണ്ണിന്റെ ഏരിയയാണ് കൂടുതലുള്ളത്. അതുകൊണ്ട് വർക്ക് ഡൺ ഐസോബാറിക് പ്രോസസ്സിലാണ് കൂടുതലുള്ളത്. ക്ലിയർലി W1 is greater than W2. So work done during isobaric process is maximum. അടുത്തത് 2015 മാർച്ച് 4 മാർക്സ്. The variable
in which determine the thermodynamic behavior of system are called thermodynamic variable. എന്താണ് thermodynamic variable എന്ന് പറഞ്ഞിരിക്കുന്നു? Pick out the one which is not a thermodynamic variable. ഇതിൽ താഴെ തന്നിട്ടുള്ള ഏതാണ് thermodynamic variable അല്ലാത്തത് എന്നുള്ളത്. സാധാരണയായിട്ട് ടെമ്പറേച്ചർ, പ്രഷർ, വോളിയാണ് thermodynamic variable ആയിട്ട് എഴുതുക. അപ്പോൾ ഇവിടെ അതല്ലാത്തത് ഏതാണ്? വർക്കാണ്. അടുത്തത്, what happens to the internal energy of gas during isothermal expansion, adiabatic expansion? ഐസോതെർമൽ എക്സ്പാൻഷനിലും അഡിയാബാറ്റിക് എക്സ്പാൻഷനിലും ഇന്റേണൽ എനർജിക്ക് എന്താ സംഭവിക്കുക എന്നുള്ളത്. അപ്പോൾ ഫോർ ഐസോതെർമൽ എക്സ്പാൻഷൻ ഇന്റേണൽ എനർജി 0. ഐസോതെർമൽ എക്സ്പാൻഷന് ഇന്റേണൽ എനർജി 0 ആണ്. അതുപോലെ തന്നെ ഫോർ അഡിയാബാറ്റിക് എക്സ്പാൻഷൻ ഇന്റേണൽ എനർജി ഡിക്രീസസ്. അഡിയാബാറ്റിക് എക്സ്പാൻഷന് ഇന്റേണൽ എനർജി ഡിക്രീസ് ചെയ്യണം, കുറയാണ് ചെയ്യുന്നത്. Gases have two special heat capacities, Cp and Cv. Why? ഗ്യാസിന് രണ്ട് സ്പെസിഫിക് കപ്പാസിറ്റി ഉണ്ട്. സ്പെസിഫിക് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് പ്രഷറും അതുപോലെ തന്നെ കോൺസ്റ്റന്റ് വോളിയം. എന്താ കാരണം? ഗ്യാസസ് ക്യാൻ ബി ഹീറ്റഡ് കീപ്പിംഗ് പ്രഷർ കോൺസ്റ്റന്റ് ആൻഡ് വോളിയം കോൺസ്റ്റന്റ്. പ്രഷർ കോൺസ്റ്റന്റ് ആയിട്ട് നമുക്ക് അതിനെ ഹീറ്റ് ചെയ്യാം, അതുപോലെ തന്നെ വോളിയം കോൺസ്റ്റന്റ് ആയിട്ടും ഹീറ്റ് ചെയ്യാം. പ്രഷർ കോൺസ്റ്റന്റ് ആയിട്ടാണെങ്കിൽ അത് Cp ആണ്, വോളിയം കോൺസ്റ്റന്റ് ആണെങ്കിൽ അതേതാണ്? Cv ആണ്.